കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം ഗൂഢാലോചനയിലടക്കം പങ്കാളിയായവരെയാണ് പ്രതി ചേർക്കുന്നത്. പാത്തൂട്ടി എന്ന പേരിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയായിരുന്നു സംഘത്തിന്റെ ആശയവിനിമയമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി കെ വി ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന്. ബൈജു, ജിന്നുമ്മ എന്ന ഷമീന സംഘവും നടത്തിയ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ് ഈ അബ്ദുൽ ഗഫൂർ ഹാജിയുടേതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തുകയും പിന്നീട് ഈ സംഘത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. ഇപ്പോൾ കൂടുതൽ പേരെ പ്രതി ചേർക്കുന്നു. അതായത് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയാണോ അതോ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണോ ഇനി പ്രതിപട്ടികയിൽ വരിക? ടോമെ, മന്ത്രവാദത്തിന്റെയും ആഭിചാര കർമ്മത്തിന്റെയും ഏറ്റവും ഒടുവിൽ ഒരു കൊലപാതകത്തിലേക്ക് വരെ കലാശിച്ച കേസിലാണ് ഇപ്പോൾ ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ പ്രതി ചേർക്കാൻ ഈ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇതിലൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതായത് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തവണയൊക്കെ കൊടുത്താണ്. പാത്തൂട്ടി എന്ന പേരിലാണ് ഈ മന്ത്രവാദിനിയായ ജിന്നുമ്മ അറിയപ്പെട്ടിരുന്നത്. പാത്തൂട്ടി ശരീരത്തിൽ കയറുകയും പിന്നീട് ഓരോ കാര്യങ്ങൾ ഇവർക്ക് വെളിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഇവരുടെ ഈ പരിപാടി. ഏതായാലും ഈ പാത്തൂട്ടി എന്ന വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അയാളെ കണ്ടെത്തിയിരിക്കുന്നു. അതായത് മൗവൽ സ്വദേശി ഉവൈസ്. പക്ഷേ ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. പക്ഷേ ഇതിനിടയിൽ ഇയാൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. എന്തായാലും ഈ 8 പേരായിരുന്നു ഈ പാത്തൂട്ടി എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ആ ഗ്രൂപ്പിലൂടെയാണ് ഇവർ ഇത്തരത്തിലുള്ള ആശയവിനിമയം ഒക്കെ നടത്തുന്നത്. അതുകൂടാതെ ഈ അബ്ദുൽ ഗഫൂർ ഹാജിയെ വിദേശത്ത് നിന്നും ബിസിനസ് തുടങ്ങാൻ എന്ന് പറഞ്ഞായിരുന്നു ഈ ജിന്നുമ്മ എന്ന മന്ത്രവാദിനി ഷമീമ നാട്ടിലേക്ക് എത്തിച്ചതും പിന്നീട് ഇയാളുമായി ഇത്തരത്തിലുള്ള ഇടപാട് നടത്തുകയും ഈ കൊലപാതകം നടത്തുകയും ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇത് കൂടാതെ 1.5 ലക്ഷത്തോളം വാട്സാപ്പ് ചാറ്റുകൾ ഈ ജിന്നുമ്മയുടെ ഉൾപ്പെടെയുള്ള ഇവരുടെ മൊബൈലുകളിൽ നിന്നും കണ്ടെത്തി. ഇതിൽ നിന്നും നിർണായക വിവരങ്ങളാണ് ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ വാട്സാപ്പ് സന്ദേശങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത നിലയിലായിരുന്നു. അതുകൂടാതെ നിരവധി ചിത്രങ്ങൾ, വീഡിയോകൾ ഇതൊക്കെ പോലീസിന് വീണ്ടെടുക്കാനായിട്ടുണ്ട്. അതോടുകൂടിയാണ് ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ഒരു നിഗമനം, ഈ സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നതും. അത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ ഇവരെ ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർക്കാനുള്ള നീക്കം ആരംഭിച്ചത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഈ കേസിൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 8ഓളം പേരുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ പ്രതികളായ 4 പേരും ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. അതായത് മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഈ ഷമീമ, ഇവരുടെ ഭർത്താവ് ഉവൈസ്, അതുപോലെ തന്നെ ആയിഷ, അസ്നിഫ, ഈ 4 പേരും ഇപ്പോൾ റിമാൻഡിലാണുള്ളത്. 3 തവണയാണ് ഇവരെ ഈ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയതും ചോദ്യം ചെയ്തതും. അതുപോലെ തന്നെ ഈ സ്വർണം 596 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഗഫൂർ ഹാജിയിൽ നിന്ന് മാത്രമായി സംഘം തട്ടിയെടുത്തത്. അതിൽ നിന്നും 120 പവൻ സ്വർണ്ണാഭരണങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാനായത്. ഏറ്റവും പ്രധാനം, ഈ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്താൻ ഒരു വലിയ സംഘം തന്നെ ഗൂഢാലോചന നടത്തിയെന്ന കണ്ടെത്തലാണ്. ആ കാര്യം നിർണായകമാണ്. അത്തരത്തിലുള്ള കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ ആണിപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യത്തിൽ ഇവർ നിരവധി തകിടുകൾ മന്ത്രിച്ച് നൽകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് 50,000 മുതൽ 1 ലക്ഷം വരെയാണ് ഒരു തകിടിന് ഇവർ ഈടാക്കിയിരുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ ബംഗളൂരുവിൽ നിന്നും ഇവർ തകിടുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് പോലീസിന് കണ്ടെടുക്കാനായി അത്തരം തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് ആരൊക്കെ ഇവരുടെ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്, കൂടുതൽ പേർ ഇരയായിട്ടുണ്ട്, അത്തരത്തിലുള്ള അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഏതായാലും 3 തവണ ഈ പ്രതികളെ ഈ കസ്റ്റഡിയിൽ വാങ്ങിയതിൽ ഏറ്റവും കൂടുതൽ പോലീസ് ഈ ചോദ്യം ചെയ്തതും ഈ കേസിൽ കൂടുതൽ പേരെ കണ്ടെത്താനുള്ള കാര്യങ്ങൾക്ക് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് 117 പവൻ മാത്രമാണ് ഇപ്പോൾ വീണ്ടെടുക്കാനായത്. ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറയുന്നവർ ഈ കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നാണോ അതോ ഈ അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്നും സ്വർണം തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയിൽ ഇവർ പങ്കാളികളായി എന്നാണോ പോലീസ് സംശയിക്കുന്നത്? ടോമെ, ഈ കൊലപാതകത്തിന് മുൻപും അതുപോലെ തന്നെ ശേഷവും ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിരവധി സന്ദേശങ്ങൾ ഇവർ തമ്മിൽ, ഈ 8 പേരടങ്ങുന്ന പാത്തൂട്ടി ഗ്രൂപ്പ് വഴി ഇവർ ആശയവിനിമയം നടത്തി. അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർണം മാത്രമല്ല, ഈ കൊലപാതകത്തിലും ഉൾപ്പെടെ ഈ സംഘം പങ്കാളികളായിട്ടുണ്ട് എന്ന ഒരു കണ്ടെത്തലാണ്. അത് കൂടാതെ ഈ ഒരു നെറ്റ്വർക്ക്, ഇവരൊരു ടീം കൃത്യമായി ഒരുപാട് പേരെ ഇത്തരത്തിൽ ഇവരുടെ ഈ ട്രാപ്പിൽ ഇവർ പെടുത്തിയിരുന്നു. മാത്രമല്ല നേരത്തെ നമുക്കറിയാം ഹണി ട്രാപ്പിൽ ഉൾപ്പെടെ പ്രതിയായ ഒരാളാണ് ഈ
ജിന്നുമ്മ എന്ന ഷമീമ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെങ്കിലും ഈ ഹണി ട്രാപ്പ് വഴി അത് ഇത്തരം പരാതികൾ പുറത്തു വരാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ ഈ സംഘം 8 പേരടങ്ങുന്ന സംഘം ഈ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ആരെങ്കിലും ഇത്തരത്തിൽ പെടുത്തിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളും ഏതായാലും പോലീസിന് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഈ കൊലപാതകത്തിലും ഒപ്പം 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത ഈ സംഭവത്തിലും ഇതിൽ ഗൂഢാലോചനയിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ഈ പ്രതി ചേർക്കാൻ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ വൈകാതെ തന്നെ 2-3 ദിവസത്തിനകം തന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇതിൽ 3 പേർ ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. അതായത് പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചതിന് ശേഷമാണ് ഇവർ വിദേശത്തേക്ക് കടന്നത്. ഏതായാലും കൃത്യമായ തെളിവുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1.5 ലക്ഷത്തോളം സന്ദേശങ്ങൾ വീണ്ടെടുക്കാനായി സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കുന്നതിൽ 4 പ്രതികൾ നിലവിലുണ്ട്. അതുകൂടാതെ 8ഓളം പേർ വീണ്ടും ഇതിൽ തീർച്ചയായും ബൈജു സൂചിപ്പിച്ചത് അതിവിദഗ്ധമായിട്ടുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ബൈജു, 596 പവൻ സ്വർണമാണ് അബ്ദുൽ ഗഫൂർ ഹാജിയിൽ നിന്നും തട്ടിയെടുത്തത്. ഇതിലിപ്പോഴും 400 പവനിലധികം 450 പവനോളം സ്വർണം ഇനിയും കണ്ടെത്താനുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള, അതായത് സ്വർണം കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത് ബൈജു? ടോമെ 3 തവണ കസ്റ്റഡിയിൽ വാങ്ങി അത്തരത്തിൽ ചോദ്യം ചെയ്യലിലാണ് നിലവിൽ 117 പവൻ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുക്കാനായത്. ഇതിൽ കൂടുതൽ സ്വർണം ഇവരുടെ കൂട്ടാളികൾക്ക് വീതിച്ച് നൽകിയിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കൂടുതൽ പേരെ ഈ കേസിൽ പ്രതി ചേർക്കുന്നതോടുകൂടി ഈ സ്വർണം, ഇവർ പങ്കുവെച്ച സ്വർണം, അത് എവിടേക്കാണ് ഇവർ വിൽപ്പന നടത്തിയത്, അല്ലെങ്കിൽ നേരത്തെ സഹകരണ ബാങ്കുകളിലൊക്കെ പണയം വെച്ച് ഇത്തരത്തിൽ പണമെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത് ഇവരുടെ സഹായികളായി പ്രവർത്തിച്ച ഇവർക്ക് വലിയ തോതിൽ സമ്പാദ്യം ചെറിയ കാലയളവിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാറും വലിയ തോതിലുള്ള വീടുകളും ഒക്കെ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പണം ഗഫൂർ ഹാജിയുടെ ഈ സ്വർണം മാത്രമല്ല, മറ്റ് പലരിൽ നിന്നും തട്ടിയെടുത്ത പണമൊക്കെ ഇവർ ഈ സംഘവുമായി വീതിച്ച് നൽകിയിട്ടുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കിയിരുന്നത്. ഏതായാലും ഇവരെ പ്രതി ചേർത്ത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഈ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്ന് ഉൾപ്പെടെ ഈ തട്ടിയെടുത്ത സ്വർണ്ണാഭരണങ്ങൾ ഇവർക്ക് അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസത്തിലാണ്, ഒരു പ്രതീക്ഷയിലാണുള്ളത്. മാത്രമല്ല, ഇത് ഗഫൂർ ഹാജിയുടെ മാത്രം സ്വർണ്ണമല്ല, ഇവരുടെ പല ബന്ധുക്കളിൽ നിന്നും ഗഫൂർ ഹാജി സ്വരൂപിച്ച് ഇത്തരത്തിൽ ഇരട്ടിപ്പിക്കാമെന്ന് 596 പവൻ ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. വലിയ ഒരു ബിസിനസ്സുകാരനായ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇദ്ദേഹത്തെ നാട്ടിൽ വലിയ ബിസിനസ് നടത്താമെന്ന് പറഞ്ഞാണ് ഈ ജിന്നുമ്മ നാട്ടിലേക്ക് എത്തിച്ചത്. അതിന്റെ തെളിവുകൾ ആ വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായ ആസൂത്രണം ചെയ്ത് ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെട്ട ഒരു കേസായി ഇപ്പോൾ മാറുകയാണ്. 4 പേരിൽ വ്യക്തമാണ്. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.